ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ക്കാണ് കൂട്ടുമല ബാപ്പു മുസ്ലിയാർ അന്തരിച്ചത്. 7 മണിയോടെ മൃതദേഹം കാളമ്പാടിയിലെ വീട്ടിലെത്തിച്ചു. അരമണിക്കൂർ മാത്രമാണ് മൃതദേഹം വീട്ടിൽ വെച്ചത്. 7:30 മുതൽ കൂട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് ആളുകളാണ് മൃതദേഹം കാണാനെത്തുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്, ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, ഹൈദരലി ശിഹാബ് തങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ എം.എ. അബ്ദുൽ അസീസ്, അസിസ്റ്റന്റ് അമീർമാരായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, പി മുജീബ് റഹ്മാൻ, സമസ്തയുടെ മുതിർന്ന നേതാക്കൾ തുടങ്ങി നിരവധി പ്രമുഖരെത്തി. മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും അവരുടെ സംഘടിതമായ ശക്തിക്കും വേണ്ടി ഒട്ടേറെ പ്രയത്നങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കൂട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നിര്യാണത്തോടുകൂടി കേരളീയ സമൂഹത്തിന്, വിശേഷിച്ചും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഹജ്ജ് കമ്മിറ്റി ചെയർമാനായതിനാൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. മീഡിയ 1 മലപ്പുറം.